ഇന്ന ഹഖ്ഖൻ അലല്ലാഹി അല്ലാ യർഫഅ ശൈഅൻ മിനദ് ദുനിയാ ഇല്ലാ വളഅഹു. ദുനിയാവിൽ നിന്ന് മേന്മ നടിച്ചിട്ടാണോ ആ സഞ്ചാരം നടത്തിയത്? എന്നാൽ വെക്കേണ്ടിടത്ത് അല്ലാഹു അതിനെ താഴ്ത്തി വെക്കും. അത് അല്ലാഹുവിന് ഹഖാകുന്നു. അതുകൊണ്ട് പ്രായമുള്ളവരെ പരിഗണിക്കുക, ഗുരുനാഥന്മാരെ പരിഗണിക്കുക, അയൽപക്കത്തുള്ള അയൽവാസികളിൽ മുതിർന്നവരെ പരിഗണിക്കുക, ദുർബല വിഭാഗത്തെ പരിഗണിക്കുക. അത് എല്ലാ സ്ഥലത്തും ആ പരിഗണന വേണം. കൈകുഞ്ഞുമായി ബസ്സിലേക്ക് കയറുന്നത് ആണാകട്ടെ പെണ്ണാകട്ടെ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തിട്ട് അവർക്ക് സ്ഥാനം കൊടുക്കണം. നമ്മളെ കയ്യിലൊന്നുമില്ല, നമ്മളെ കയ്യിൽ പക്ഷെ ഈ ഒരു ഉപകരണം മൊബൈൽ മാത്രമേ. അവര് കുട്ടിയെയും പിടിച്ചാ വന്നത്. അപ്പൊ ചില ആൾക്കാർ ഒരു സീറ്റ് കിട്ടാനായിട്ട് വന്നാണ്. എന്നാ കുട്ടീനെ നിങ്ങളെ മടിയിലേക്ക് വെച്ച് തരാം, കരുത്തിക്കോളൂ. കുട്ടിയെ പിന്നെ ഇങ്ങനെ അവർ ആ കുട്ടിയെ വീട്ടിലാക്കിയവരുണ്ട്. കുട്ടിയെ പിടിച്ചിട്ട് ഒരു ആണ് കയറിയാല് ബാക്കുന്ന ആണുങ്ങളെ സംസാരം, അത് സീറ്റ് കിട്ടാനായിട്ട് ആ കുട്ടിയെ എടുത്തതാണ്. അങ്ങനെ ആകുമോ? അപ്പുറത്ത് വേറൊന്ന് ഉമ്മാന്റെ കയ്യിലുണ്ട്, അപ്പൊ ഒന്ന് ഇപ്പുറത്തേക്ക് കൊടുത്തതാ ഒന്നുകിൽ. അല്ലെങ്കിൽ ഉമ്മാക്ക് അങ്ങനെ കുട്ടിയെയും കൊണ്ട് കയറാൻ ചെറിയൊരു ക്ഷീണം ഉണ്ടാവുകൊണ്ട് ഞാൻ പിടിച്ചോളാം, അങ്ങനെ കയറിക്കോ, ബസ് പെട്ടെന്ന് എടുത്തു വന്നാൽ അങ്ങനെ കൊടുത്തതായിരിക്കൂലേ. എന്തിനങ്ങനെ മാത്രം കരുതുന്നു? ഒന്ന് അങ്ങനെ ചിന്തിച്ചൂടെ? എന്താ അങ്ങനെ ഒന്ന് ഒഴിഞ്ഞെടുത്ത? കണ്ണ് കാണാത്ത മനുഷ്യന്മാർ വന്നാൽ പോലും ചില ആൾക്കാർ ഇങ്ങനെ ഇരിക്കും. അപ്പൊ അവർക്ക് പ്രത്യേക സീറ്റ് ഉണ്ട്. ആ സീറ്റിൽ രണ്ട് കണ്ണോട്ടന്മാർ വേറെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ നീപ്പിക്കാൻ പറ്റുമോ? അതോടുകൂടി അവർ സീറ്റ് ഹാലിസായി തീർന്നതാ? അല്ല, നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോ അല്ലാഹു ജല്ല ജലാലുഹു ആ പരിഗണനക്ക് വലിയ സ്ഥാനം നൽകുന്നുണ്ട്. അപ്പൊ ഓവർടേക്ക് ചെയ്യുന്നവിടെ ശരിക്കും ശ്രദ്ധിക്കണം.